ഈ സ്ഥലം കാണുമ്പോൾ എന്താ തോന്നുക? പക്ഷെ ഞാൻ നാട്ടിലെത്തിയിട്ടില്ല. ഇപ്പോഴും എവിടെയാണ്? ഹത്ത, ദുബായ് ഹത്ത. മാങ്ങ വീണെടുക്കുന്നു, കാരക്ക വീണെടുക്കുന്നു. ഇവിടുത്തെ വഴികൾ വ്യത്യസ്തമാണ്. വായ ഉണ്ട്, മാങ്ങ ഉണ്ട്, കാരക്ക ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു മരുഭൂമിയിൽ ഉണ്ടാക്കി എടുത്ത ഫാമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഫാസികാക്ക ഫാ ചെറുതായിട്ടൊരാൾ വരുന്നുണ്ടോ നമ്മളെ പിടിക്കാനെന്ന് സംശയം. ചെറുതായിട്ടൊരാൾ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടോ സംശയം. ഒരു ജുബ്ബട്ടിട്ട് അയാൾ ഓടി വരുന്നുണ്ട്. ജുബ്ബട്ടിട്ടൊരയാൾ ഓടി വരുന്നുണ്ട്. നമ്മള് പെർമിഷൻ ഇല്ലാണ്ട് കയറിയതൊന്നല്ലേ? നമ്മളെ സ്വന്തം സ്ഥലം. ഗേറ്റ് തുറന്നിട്ടു നമ്മൾ കയറി. അലൈക്കും അസ്സലാം. മുപ്പര് വേർത്ത് വിളിച്ചുണ്ടോ? ഇന്റെ മോനെ മേത്ത് കൂടെ ബക്കറ്റ് വെച്ചായിരുന്നു. ആള് നമ്മളെ പിടിക്കാൻ വന്നതല്ലേ മൂപ്പര്. ഇതെന്താലേ ഫ്രഷ് മാങ്ങയൊക്കെ വീണ് കിടക്കുക അവിടെ. ആർക്കും വേണ്ട ഇതൊന്നും. ഇത് നമ്മളെ നാട്ടിലുണ്ടാകുന്ന സാധനല്ലേ? ഇത് മറ്റേ ഇതിന് കൊടുക്കും. ഇവിടെ ഇപ്പൊ ഫുള്ള് മറ്റേ ഇത് മാറ്റിണ്ടാവൂലേ? മണ്ണ് എനിക്കൊന്നും ഒരുപാട് മാറ്റിയിട്ടൊന്നുമില്ല. ഫെർട്ടിലൈസായിട്ടുള്ള സോയിൽ തന്നെയാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഇറിഗേഷൻ യൂസ് ചെയ്യുന്ന വാട്ടർ. നല്ല തണുത്ത വെള്ളം. വലിയ തണുപ്പില്ല, എന്നാലും ചെറിയ തണുപ്പ്. എന്തായാലും മാവും തോട്ടം. മാവും തോട്ടത്തിലേക്ക് പോകാം. മാവും തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഷെറിൻക്ക് നീനക്കാത്തി മാവും തോട്ടത്തിലോട്ട് പോയി നോക്കാം. ഇത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇവിടെ ഉണ്ടായത് ഇത് നാരങ്ങ. ഇതെന്താ സാധനം? അനാറോ? അനാറുണ്ട്. ഇത് പറക്കി അതെനിക്കെത്തും. എനിക്കെത്തും. ഏതാണ് ഇതല്ലേ? ഹൈറ്റ് അഡ്വാൻറ്റേജ്. അപ്പൊ ഫാസിക്കന്റെ മേലത്തെ പറിക്കുന്നത് ഫാസിക്കാക്ക ഇതെത്തുക. കണ്ടോ ഫാസിക്കാക്കൻ ചാടിയാ പറിച്ചേ. ഞാനും ഫാസിക്കാക്കൊക്കെ ഒരു കാറ്റഗറിയാ. 6 അടി. ഞാനും അങ്ങനത്തെ നാവോക്കട്ടെ. സൂപ്പർ. ഇതെന്താ വീഴൂലേ ഇത് പൈത്താല്? ഞാൻ വിചാരിച്ചു കിളി ഒത്താണ്ടിരിക്കാനാണ്. മാങ്ങ നോക്ക്, അവിടെ ഉണ്ട് പഴുത്തത് വീണെടുക്കുന്നത്. എന്ത് ഇന്നലെ ഫാസിക്ക ഉണ്ടോ ടൈപ്പ് മാങ്ങയാന്ന് തോന്നുന്നു. പഴുത്തതും ഉണ്ടല്ലേ? പക്ഷെ മാങ്ങ കുറച്ചും കൂടി ആയത് ഭാഗത്താണ്. മാങ്ങ അവിടെ പഴുത്തുണ്ട്. ഷെറിൻക അയാൾ ഒരു ബക്കറ്റിൽ പറിച്ചോണ്ടോയി. മൂപ്പരെ ചോദിച്ചാലോ? മൂപ്പര് ഭയങ്കര ചിരിയും സംസാരമൊക്കെ നേരത്തെ. ഞാൻ ചോദിച്ചാൽ അയാൾ എന്തോ പറയാൻ വരും നമ്മളോട്. ഇവര് നല്ല ഞാൽപ്പായ നിന്നിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൽപ്പായ ആണോന്നൊരു ഡൗട്ട് ഉണ്ട്. തണുത്തത് ഉണ്ട്. നോക്കട്ടെ. ഏത് പേരക്കല്ലേ? ഓറഞ്ച് 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 കിടില മധുര മൊത്തം. ഓ ഭയങ്കര ആപ്പിളൊക്കെ കഴിക്കുന്നത്.
പക്ഷെ ചെറിയൊരു ഒരു കുത്തുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. പച്ചയായിട്ടാണ്. എനിക്കിത് ദുബായിലൊന്നും ഫീൽ കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ ഉള്ളിൽ കയറിയപ്പോ അതങ്ങനാണ്, പെട്ടെന്ന് സ്വിച്ച് ഇട്ടോ. അവിടുന്ന് അവിടം വരെ വേറെ സ്ഥലോ, അവിടെ ഇങ്ങോട്ട് കയറിയപ്പോ വേറെ. ഇതുണ്ടോ, ദിസ് ഈസ് നോട്ട് ദുബായ് മാൻ. ഇത് കണ്ടോ, അങ്ങോട്ട് നോക്കി, ആ ഒരു ഫ്രെയിം നോക്കി. നാട്ടിലെ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഇത് കറക്റ്റ് നാട്. ഒന്നാമത് ഈ പുല്ലും മാങ്ങ ഇതൊക്കെ കണ്ടിട്ട് ഒന്നാമത് ഈ പഴത്തിൻ്റെത് മാത്രമാണ് നമ്മൾ ഫീൽ ചെയ്യില്ല. ഇത് നല്ലതാണല്ലോ. അതല്ലേ പറഞ്ഞേ, എടുക്കാൻ പറ്റില്ല ഗൈസ്. പോകുന്ന എനിക്ക് വേറെ സാധനം ഉണ്ട് കാണിച്ചത്. ഇതാ ഇത് നല്ലതാണ്. ഏത്? ഐ തിങ്ക് ദിസ് ഈസ് ഗുഡ്. അല്ല അവിടെ ഉണ്ട്, പക്ഷെ വെള്ളത്തിലാള്. പാമിയ കഴിച്ച് പകുതിയാക്കിയോ? നോക്കട്ടെ, ഇത് പിടിക്ക്. ഒഴിവാക്കല്ല. അല്ല ഓ അടിപൊളി. അത് ബാക്കിയാക്കി ആ കിട്ടും ഇനി നമുക്ക്. എന്നാ വാ പറിക്കാം. സെറ്റ് ഫ്രഷ് ഫ്രഷ് എന്നൊക്കെ പറഞ്ഞാൽ വേണം നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ കഴുകുകയും ചെയ്യാം. ഫ്രഷ് ആയിട്ട് തന്നെ മാങ്ങ പറിക്കുന്നു. അല്ല ഫ്രഷ് ആയിട്ട് തന്നെ. ഓ അടിപൊളി. പപ്പായ ആ തേങ്ങ വളരൂല ഇവിടെ? തേങ്ങ വളരൂല? മുമ്പ് കൂടി നമ്മളോരോ ചാക്കിൽ അസ്സലാമലൈക്കും പറഞ്ഞത്. നീനുവിന്റെ ചാക്കില് മൊത്തം പപ്പായ മാങ്ങ. അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു പോയാ മതി. ഒറ്റ സ്നാപ്പിൽ നമ്മള് ദുബായിലെത്തും. എല്ലാരും കൂടി ഒപ്പം സ്നാപ്പ് ചെയ്യാം. അടുത്ത ടേക്ക് നമ്മള് ദുബായിലെത്തി. ആടുക്കാടുക്ക് ഒറ്റ സ്നാപ്പിൽ ഇനി ദുബായിലെത്തുന്ന കാണിച്ചാ. 3, 2, 1. ഒറ്റ സ്നാപ്പിൽ ഇനി ദുബായിലെത്തി തിരിച്ചെത്തുന്ന കാണിച്ചാ. 3, 2, 1. അപ്പൊ സ്നാപ്പിൽ ചെറുതായിട്ട് ഫാസിക്കാക്കി മിസ്സിങ് ആയിട്ടുണ്ട്. മൂപ്പര് ദുബായിലല്ല നാട്ടിലവിടെ വെച്ച് മറന്നുപോയി ഫാസിക്കാക്കാന്. അപ്പൊ തിരിച്ച് നമ്മൾ അടുത്ത ദിവസം അടുത്ത പ്രാവശ്യം ഫാമിലോട്ട് വരുമ്പോ ഫാസിക്കാക്കാനെ തിരിച്ചു കൂട്ടുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഫാമിന്റെ വിശേഷങ്ങൾ. ബൈ ഗൈസ്.